Actually, when we do it, we pray and we will hold our breath. Like, I want to finish this project. If I can do it, just make it easy for me to lift up, and then yes, one will come out. No, you don't need to. One will jump out from that box. Yes, that's it. ഈ വീഡിയോ ഒന്ന് ആദ്യം കാണാം, അതിന് ലാസ്റ്റ് ഞാൻ ഇതിന്റെ വിശദീകരിച്ച് തരുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. Actually, when we do it, we pray and we will hold our breath. Like, I want to finish this project. If I can do it, just make it easy for me to lift up, and then stop like this. One? Yeah. Okay. This one? You shake it. Then pick one? No, shake it and one will come out from. It's gone. Yeah, it's recording. Still? Yeah. Bend over, bend it over and shake more. Stronger. Yes. Yes, one will come out. No, you don't need to. One will jump out from that box. Yes, that's it. So which number? 14? 14? Yeah. 14. Okay. This 14 one is അപ്പൊ ഇത് ഞാനൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്തതാണ്. അവരുടെ ഒരു വിശ്വാസമാണിത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് എലിഫന്റിന്, അതായത് ആനയെ പൊക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് മുന്നേ അവര് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കും. ആ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു വിരൽ കൊണ്ട് ഈ ആനയെ പൊക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരണം. പൊക്കാൻ പറ്റുകയാണെങ്കിൽ കാര്യം സാധിക്കും, അല്ല എങ്കിൽ സാധിക്കില്ല എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. ആന നല്ല കനമുണ്ട് കേട്ടോ, ഒരു വിരലുകൊണ്ട് പൊക്കാൻ പറ്റുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കനമുണ്ട്. നല്ല പല്ലുകളൊക്കെ ആക്കുകയാണെങ്കിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യമായിരുന്നു മറ്റേ ചെറിയ ഒരു ഡബ്ബയിലുള്ള അത് മുളയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു സ്റ്റിക്ക്, ഇതിൽ നമ്പർ ഉണ്ടാവും, അതിൻ്റെ ഓരോന്നിൻ്റെയും മുകളിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് നമ്മൾ കുറച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് ഒന്ന് ചാടും. ആ ചാടിയിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിലൊരു നമ്പർ ഉണ്ടാവും. അത് എടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ നമ്പർ അതിനടുത്ത് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഓരോ നമ്പറിൻ്റെയും എന്തെന്താ കാര്യങ്ങൾ. അതായത് നമ്മൾ പ്രഡിക്ഷൻസ് ആണ് അതിൻ്റെ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട. നമ്മൾ ഓരോ നാട്ടിലെ ആചാരങ്ങളെ നമ്മൾ അത് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ടെമ്പിളിൽ, അതായത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ ഒരിക്കലും മാത്രമേ ഇത് ചെയ്യാറ്. രണ്ടാമത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു അമ്പലത്തിൽ, അതായത് ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോകണമെന്നാണ് അവർ പറഞ്ഞത്. ഇത് കണ്ടോ, ഇതുപോലുള്ള കുറെ ഓരോ നമ്പറിന്റെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.